പെരുമ്പാവൂർ ജിഷയുടെ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ജിഷയുടെ അമ്മ ഇപ്പോൾ എന്നോടൊപ്പമുണ്ട്. പോലീസ് കോടതിയിൽ കുറ്റപത്രം കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രതി മാത്രമാണ് ഉള്ളതെന്നാണ് പോലീസ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്താണ് അഭിപ്രായം? എന്റെ മോള് കൊന്നതെങ്ങനെയെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വീട്ടിലില്ലാത്ത സമയത്താണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ അമീറിന്റെ DNA എല്ലാ തെളിവുകളും പോലീസ് ഓഫീസർമാരെല്ലാവരും എടുത്ത് തെളിവുകളൊക്കെ അന്വേഷിച്ചതിൽ അമീറിൻ്റെതാണ് എന്നുള്ളതാണ് തെളിവ് പറഞ്ഞിരിക്കുന്നത്. അമീർ അത് ഏറ്റു പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ കുട്ടിയുടെ പുറത്ത് പിടിച്ച് കടിച്ച പാട് എല്ലാം അമീറിൻ്റെത് തന്നെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടെയാണ് അമീർ തന്നെയാണ് ഇത് ചെയ്തേക്കണമെന്നുള്ള. ഈ പ്രതി ജാമ്യാപേക്ഷയുമായി തിങ്കളാഴ്ച കോടതിയിൽ പോകാനിരിക്കുകയാണ്. കൂടെ ഒരാൾ ഒപ്പമുണ്ട് എന്നുള്ള നേരത്തെ ഒരു ആരോപണം ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങളെ കുറിച്ചൊന്നും കുറ്റപത്രത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് പ്രതിക്ക് ജാമ്യം ലഭിക്കുന്നതിന് ചിലപ്പോൾ ഇടയാക്കിയേക്കും. ഒരു കാരണവശാലും അമീറിന് ജാമ്യം കൊടുക്കരുത് ഞങ്ങൾ നേരത്തെ പറഞ്ഞേക്കണാണ്. സൗമ്യ കൊലക്കേസ് ചെയ്തതുപോലെ അയാള് സൗമ്യന് കൊന്നയാളെ വെറുതെ ജീവപര്യന്തം കൊടുത്ത് ഇത്രയും വർഷം അതിനകത്ത് ഉള്ളിൽ കിടത്തി പിന്നെ അയാളെ തിരിച്ച് ജീവനോടുകൂടി ജീവിക്കാനായിട്ട് അനുവദിച്ചതുപോലെ എന്റെ കുട്ടിയെ കൊന്ന അമീറിന് ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിച്ചുകൂടാ. അനുവദിക്കാനായിട്ട് ഞങ്ങൾ സമ്മതിക്കുകയില്ല. അമീറിനെ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് ഉറപ്പായിട്ടും അമീറിനെ കൊല്ലണം. അത് ഏത് കോടതിയായാലും പോലീസ് ഓഫീസർമാരായാലും എത്ര തലപ്പത്തിൽ നിൽക്കുന്ന ഉന്നത പദത്തിൽ നിൽക്കുന്നവരായാലും അമീറിനെ ഒരു കാരണവശാലും വിട്ടയക്കാനായിട്ട് ചെയ്യരുത്. അമീറിനെ തൂക്കിക്കൊല്ലണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ, അതായത് ഈ കേസ് ആദ്യം അന്വേഷിക്കുകയും പിന്നെ അന്വേഷിക്കുകയും ചെയ്ത ടീമുകളെ കുറിച്ച് പരാതി വിജിലൻസിന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസിന്റേതായിട്ടുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ? എന്റെ കുട്ടിക്ക് എത്രമാത്രം ഈ ലോകത്ത് എല്ലാവരും എത്ര നന്മ ചെയ്യുന്നു അതിന് എല്ലാവർക്കും വേണ്ടി എനിക്ക് സന്തോഷമുള്ള കാര്യത്തിൽ ഇതിൽ എത്ര തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിലും അത് കണ്ടെത്തി പുറത്ത് കൊണ്ടുവരണമെന്നാണ് എന്റെ പ്രാർത്ഥന. കാരണം ഈ ലോകത്തിൽ അനേകം പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളും പിറന്ന് ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ വീഴുന്നുണ്ട്, ഈ ലോകത്ത് പിറന്നു വരുന്നുണ്ട്. ആണായാലും പെണ്ണായാലും ഒരാൺകുഞ്ഞുങ്ങളായാലും പെൺകുഞ്ഞുങ്ങൾക്കായാലും അമ്മ പെങ്ങന്മാർക്കായാലും ആരും ഇനി നാളെ ഇതുപോലെ ഒരു കൊല ചെയ്യാൻ ഒരു കൊലപാതകൾ ഈ ലോകത്ത് ഉണ്ടാവരുത്. പോലീസ് ഇപ്പോൾ കൊടുത്ത കുറ്റപത്രത്തിൽ പ്രതി ശിക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നത്? ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അമീറിനെ തൂക്കിക്കൊല്ലണം എന്നുള്ള ഉറപ്പോടുകൂടി, തൂക്കിക്കൊല്ലും എന്നുള്ള ഉറപ്പോടുകൂടി തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും പോലീസ് ഇന്ന് കോടതിയിൽ കൊടുത്ത കുറ്റപത്രത്തിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭ്യമാക്കും വിധത്തിലുള്ള പഴുതടച്ച കുറ്റപത്രമാണ് പോലീസ് കോടതിയിൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ജിഷയുടെ ബന്ധുക്കളുള്ളത്.